ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിപ്പോൾ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ നവോമി രൂത്തിനോടൊപ്പം സ്വന്തം ഗ്രാമത്തിലേക്ക് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്നു. ഭർത്താവും 2 ആൺമക്കളും മരിച്ചു. മൂത്ത മരുമകൾ ഓർപ്പ അമ്മായിമ്മയ്ക്ക് ചുമനം നൽകി അവളുടെ ഭാവി മുന്നിൽ കണ്ട് അവൾ യാത്ര പറഞ്ഞു. ഇളയ മകളായ രൂത്ത് അമ്മായിമ്മയായ നവോമിയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടാം. അങ്ങനെ അമ്മായിമ്മയെ വിട്ടുപോകാതെ നവോമിയോട് ചേർന്ന് വീണ്ടും ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് വരികയാണ്. അവിടെ വന്ന് ജീവിക്കാൻ മറ്റു മാർഗമില്ല. അപ്പം ആ കാലങ്ങളിൽ കൊയ്ത്ത് നടക്കുന്നതായ സമയങ്ങളിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത വിധവകൾക്കും അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഒരു നിയമം ലേവ്യാപുസ്തകം 19-ാം അധ്യായം 9-10 മുതൽ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിലത്തിൻ്റെ ഉടമസ്ഥർക്ക് മോശ മുഖാന്തരം യഹോവയായ ദൈവം നിയമം കൊടുത്തു, നീ വിളവെടുക്കുമ്പോൾ അതിര് തീർത്ത് കൊയ്യരുത്, കാല പെറുക്കരുത്. അത് വിധവകൾക്കും അനാഥർക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ പോയി കാല പെറുക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്നത് ശേഖരിച്ചു വെച്ച് അവർ ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നവോമി രൂത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ രൂത്ത് അമ്മായിയമ്മയായ നവോമിയോട് ചോദിക്കുന്നു, ഞാൻ കാല പെറുക്കാൻ പോകട്ടെ? അമ്മായിയമ്മ അനുവദിക്കുന്നു. അല്ല, ബാർലിയുടെ കൊയ്ത്ത് നടക്കുന്നതായ കാലഘട്ടം. രൂത്ത് കാല പെറുക്കാൻ വേണ്ടി വയലിൽ പോവുകയാണ്. അങ്ങനെ കാല പെറുക്കി ബോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സ്ഥലത്ത് വയലിൽ ചെല്ലുന്നു. ഈ ബോവസ് നവോമിയുടെ അടുത്ത ഒരു ബന്ധുവാണ്. അദ്ദേഹം വലിയ ധനവാനുമാണ്. പക്ഷേ രൂത്തിന് ഈ ആൾ അങ്ങനെയുള്ള ബന്ധുവാണെന്നോ ധനവാനാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അവൾ കാലാപെറുക്കി അവിടെ ചെന്നപ്പോൾ ബോവസ് അവിടെ വരികയും കാലാപെറുക്കുന്നവരെ കണ്ട് ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്, അല്ലെങ്കിൽ നല്ല നീതിമാനായ ഒരു മനുഷ്യനാണ്, ധനികനാണെങ്കിലും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പാവപ്പെട്ടവനെ ദരിദ്രനെയൊക്കെ കാണുമ്പോൾ ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോടും തിരിച്ച് വന്ദനം ദൈവനാമത്തിൽ അവിടെ ചൊല്ലുന്നു. അപ്പം ആ കാലങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ മറ്റൊരു നിയമം ഉണ്ടെന്ന് കൂടി നമുക്കറിയാം. ദേവരധർമ്മം അഥവാ ലിവറേറ്റ് മാരേജ്. അതായത് ഒരു മനുഷ്യൻ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചു പോയാൽ ആ മരിച്ചവൻ്റെ ഭാര്യയെ ആ മരിച്ചവൻ്റെ സഹോദരന്മാരിൽ അല്ലെങ്കിൽ കസിൻസ് ആയാലും ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ച് മരിച്ചവൻ്റെ പേരിൽ മക്കളെ ജനിപ്പിക്കണം. അതിനാണ് ദേവരധർമ്മം അഥവാ ലിവറേറ്റ് മാരേജ് എന്ന് പറഞ്ഞു വന്നത്. രൂത്തിൻ്റെ നവോമിയുടെ മനസ്സിൽ ഇതുണ്ടാവും. കാരണം ബോവസ് അവളുടെ ബന്ധുവാണ്. ഏതെങ്കിലും രീതിയിൽ ബോവസ് രൂത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾക്കൊരു ജീവിതമാകുമല്ലോ. പക്ഷേ രൂത്തിനെ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനൊരു നിയമം, കാരണം അവൾ മോവാബ്യ ദേശക്കാരിയാണ്. പക്ഷെ നവോമിക്ക് ഇതറിയാം. ഒരു പക്ഷേ നവോമിയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയും ചിലപ്പോൾ കണ്ടേക്കാം. എന്തായാലും അവിടെ ചെന്നു. ബോവസ് രൂത്തിനെ കാണുകയും അവിടെ ഏതെന്ന് അന്വേഷിക്കുകയും ഇങ്ങനെ തൻ്റെ ബന്ധുവിൻ്റെ
ഒരു മരുമകളാണെന്നുള്ള വിവരം അദ്ദേഹം അവിടെ അറിയുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ രൂത്ത് നവോമിയെ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുകയും ആ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് വേണ്ടി ദൈവം മുന്നമേ കരുതുന്ന ഒരു വലിയ അനുഭവം ഈ രൂത്തിൻ്റെ ജീവിതത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് അവൾക്ക് ദൈവത്തെ മാത്രമല്ല ലഭിച്ചത്, അവൾക്ക് നല്ല സ്നേഹവാനും പുണ്യവാനുമായൊരു ഭർത്താവിനെ അവൾക്കിനി ലഭിക്കാൻ പോകുന്നു. അതിൽ നിന്ന് ജനിക്കുന്നതായ മക്കളിലൂടെ യേശുവിൻ്റെ വംശാവലിയിൽ വരെ പേരുൾപ്പെടാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 30 വാക്യം നമ്മൾ വായിക്കും, ഞാൻ എന്ത് തിന്നും എന്ത് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം ദൈവം നിങ്ങൾക്ക് സകലവും നൽകും. ദൈവത്തെ അന്വേഷിച്ചാൽ അവർക്ക് വേണ്ടി ദൈവം കരുതി, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്നുള്ള വലിയ സത്യം ഈ രൂത്തിൻ്റെയും ഈ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾ അവിടെ കാലാപറക്കാൻ പോയി. സന്ധ്യ ആയപ്പോഴത്തേക്കും അവൾ ബാർലിയുമായിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ അവൾക്ക് പിറ്റേ ദിവസവും അവൾ അമ്മായിയമ്മയോട് ഈ കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം അവൾ അത് ഇങ്ങനെ ഈ കാലാ പെറുക്കാൻ പോയി. നവോമി പറഞ്ഞു, നീ അവിടെ തന്നെ പോവുക, നീ കാലാ പെറുക്കുക. പിറ്റേ ദിവസം ബോവസ് വരുന്നു, രൂത്തിനെ കാണുന്നു, അവളോട് അവന് കൂടുതൽ ദയവുണ്ടാകുന്നു. അവളോട് പറഞ്ഞു, നീ ഇനി മറ്റു വയലിൽ നീ കാലാ പെറുക്കാൻ പോകണ്ട, നിനക്കുള്ളത് ഈ വയലിൽ നിന്ന് തന്നെ നിനക്ക് അത് പെറുക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം തൻ്റെ ദാസിമാരോടും അവിടെയുള്ള ജോലിക്കാരോടും ഒക്കെ അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തു, ഇവിടെ ദൂരെ വിടണ്ട, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം രൂത്തിന് അവിടെ നൽകുകയാണ്. അവരുടെ ദാസിമാരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഇനി കൂടുതൽ അലയേണ്ട, കറ്റകൾക്കിടയിൽ തന്നെ നിനക്ക് കാലാ പെറുക്കാം. എന്നിട്ട് അതിൻ്റെ അവൻ്റെ ജോലിക്കാരോട് പറഞ്ഞു, ആ കറ്റകളിൽ നിന്ന് നിങ്ങൾ ഇവൾക്ക് വേണ്ടി കതിരുകൾ വീഴ്ത്തി കൊടുക്കണം. അത്രമാത്രം അവളെ കരുതുന്ന ഒരനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവപുരുഷനായ ആ മനുഷ്യന് തീർച്ചയായും പാവങ്ങളോടുള്ള ഒരു വലിയ ദയവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രൂത്തിൻ്റെ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് രൂത്തിനെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഒന്ന്, അവൾ തന്നെക്കുറിച്ച് ഉള്ള ഉന്നതമായ അത് ചിന്തയില്ലാത്തവളും ജീവിതത്തിൽ താഴ്മയും വിനയമുള്ളവളാണ്. തന്നെക്കുറിച്ച് തന്നെ ഉന്നതമായ രീതിയിൽ ചിന്തിച്ച മറ്റു വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ പോയപ്പോൾ രൂത്ത് അവളെക്കുറിച്ചല്ല അവൾ ചിന്തിച്ചത്, തൻ്റെ അമ്മാവിയമ്മയെക്കുറിച്ചാണ് അവൾ ചിന്തിച്ചത്. ഞാൻ പോയാൽ എൻ്റെ അമ്മാവിയമ്മ ഒറ്റയ്ക്കായി പോകും. ഭർത്താവില്ലാത്ത അമ്മയെ വിട്ടുപോകുവാൻ അവൾക്ക് മനസ്സില്ല. അവളുടെ ആ വലിയ സ്നേഹമാണ് അതിന് കാരണം. രണ്ടവൾ കഠിനാധ്വാനിയാണ്. ഭർത്താവില്ലെങ്കിലും അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ഏത് വെയിലത്തും ഏത് പാടത്തും പോയി കാലാപെറുക്കിയാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുവാൻ അവൾ സന്മനസ്സുള്ളവളാണ്. അങ്ങനെ അധ്വാന മനോഭാവമുള്ളവരെ ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. 3, നമ്മൾ കാണുന്ന അവള് തൻ്റെ ഭവനത്തെയും ചാർച്ചക്കാരേക്കാൾ ഉപരിയായി താൻ വിവാഹം കഴിച്ചിരുന്ന ഭർത്താവിൻ്റെ ഭവനത്തെ സ്നേഹിക്കുകയും അമ്മായിയമ്മയെ സ്നേഹിക്കുകയും ആ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിച്ചതായ ദൈവം അവളുടെ ദൈവമായി അവൾ സ്വീകരിക്കുകയും ബിംബാരാധനയിൽ നിന്ന് സത്യദൈവ ആരാധനയിലേക്ക് അവൾക്ക് മടങ്ങി വരുവാൻ സാധിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും സർവശക്തനായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള സമർപ്പണത്തിൻ്റെ ഒരു വലിയ ജീവിതമാണ്. ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ, വാതിലുകളെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുമെന്നുള്ള വലിയ സത്യം ഈ രൂത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസം കൂടുതൽ സമർപ്പണ മനോഭാവത്തോടെ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ.